ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും റൂബീസ് കിച്ചൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരു വെറൈറ്റി റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. ചക്കക്കുരുവും മുട്ടയും കൊണ്ട് ഒരു സൂപ്പർ ടേസ്റ്റിലുള്ള തോരനാണ് തയ്യാറാക്കാനായി പോകുന്നത്. ഈ തോരൻ കഴിക്കുന്ന ആർക്കും തന്നെ തോന്നത്തില്ല ഇത് ചക്കക്കുരു കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നതെന്ന്. ചക്കക്കുരു കഴിക്കാത്ത ആൾക്കാർ പോലും ഇത് ഇഷ്ടത്തോടെ കഴിച്ചോളും. ചില ആൾക്കാർക്ക് ഇഷ്ടമാകത്തില്ല, കാരണം കുട്ടികൾക്കും അതുപോലെ ചില മുതിർന്ന ആൾക്കാർക്കും ഒക്കെ ചക്കക്കുരുവിനോടൊരു എതിർപ്പ് തോന്നാം. പക്ഷേ ഇങ്ങനെ നമ്മൾ തോരൻ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അവരാരും അറിയത്തുമില്ല, അതുപോലെ തന്നെ വളരെ സ്വാദോടു കൂടി കഴിക്കുകയും ചെയ്യും. അത്രയ്ക്ക് ടേസ്റ്റ് ആണ് ഇതിന്. അതുപോലെ തന്നെ ചക്കക്കുരുവിന് ഒരുപാട് പോഷക ഗുണങ്ങളുണ്ട്, അതുപോലെ രോഗപ്രതിരോധ ശേഷി ഉണ്ടെന്നാണ് ഡോക്ടേഴ്സ് തന്നെ പറയാറുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള ഈ ഹെൽത്തി തോരൻ്റെ റെസിപ്പിയിലേക്ക് പോകുന്നതിന് മുന്നേ എപ്പോഴും പറയാറുള്ളത് പോലെ നമ്മുടെ റൂബീസ് കിച്ചൻ്റെ വീഡിയോസ് ആദ്യമായി കാണുന്നവരും അതുപോലെ തന്നെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലുമുണ്ട്, പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകരുതേ. അതുപോലെ തന്നെ തൊട്ടടുത്ത് കാണുന്ന ആ ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യാനും മറക്കരുത്. എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. കൂടെ തന്നെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോകരുത്. അപ്പോൾ നമുക്കിനി പോകാം വീഡിയോയിലേക്ക്. ചക്കക്കുരുവും മുട്ടയും കൊണ്ടുള്ള തോരന് ആവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണെന്നും അവ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നും നമുക്ക് നോക്കാം. മുട്ട 2 എണ്ണം, ചക്കക്കുരു ഒരു 20 എണ്ണം എടുത്തിട്ടുണ്ട്. തൊലിയെല്ലാം കളഞ്ഞ് വൃത്തിയാക്കി പുഴുങ്ങിയെടുത്തതാണ്. സവാള 1 എണ്ണം ചെറുതായി അരിഞ്ഞത്, പച്ചമുളക് 2 എണ്ണം കട്ട് ചെയ്തത്, കറിവേപ്പില 2 തണ്ട്, കുരുമുളക് 3/4 ടീസ്പൂൺ, അരപ്പിനായി നാളികേരം 1/2 കപ്പ്, മുളക് പൊടി 1/2 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ, വെളുത്തുള്ളി 4 അല്ലി, ജീരകം 1/2 ടേബിൾ സ്പൂൺ, കറിവേപ്പില 1 തണ്ട്. ആദ്യം നമുക്ക് ചക്കക്കുരുവിനെ ഒന്ന് പൊടിച്ചെടുത്ത് കൊണ്ടുവരാം. ആദ്യം കൈ കൊണ്ടൊന്ന് ഉടച്ചിട്ട ശേഷം മാഷർ ഉപയോഗിച്ച് നന്നായിട്ട് പൊടിച്ചെടുക്കാം. ചക്കക്കുരുവെല്ലാം നന്നായിട്ട് പൊടിഞ്ഞു വന്നിട്ടുണ്ട്. ദാണ്ട് ഇതുപോലെ. അടുത്തതായി ഒരു കടായി എടുത്ത് അടുപ്പത്ത് വെച്ച് അതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയാവുമ്പോൾ കുറച്ചുകൂടി സ്വാദുണ്ടാകും. അതുപോലെ തന്നെ നാടൻ കറികൾ ഉണ്ടാക്കുമ്പോൾ വെളിച്ചെണ്ണയാണ് കുറച്ചുകൂടി നല്ലത്. അപ്പോൾ എണ്ണ ഒന്ന് ചൂടാകുമ്പോൾ നമുക്ക് കടുകിട്ട് പൊട്ടിക്കാം. ശേഷം വറ്റൽമുളക് 2 എണ്ണം കട്ട് ചെയ്തിട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇട്ട് വഴറ്റി കൊടുക്കാം. കൂടെ തന്നെ പച്ചമുളകും ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. നല്ല ബ്രൗൺ നിറം ഒന്നും ആകണ്ട, ഒന്ന് വെന്ത് കിട്ടിയാൽ മതിയാകും. അത് കഴിഞ്ഞ് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഈ സമയത്ത് നമുക്ക് അരപ്പിനെ തയ്യാറാക്കാം. അതിനായി ഒരു മിക്സിയുടെ ജാറിൽ നാളികേരം, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ജീരകം, കറിവേപ്പില, വെളുത്തുള്ളി എന്നിവയിട്ട് ഒന്ന് ചതച്ചെടുത്തു കൊണ്ടുവരാം. ഇപ്പോൾ നമ്മുടെ സവാളയും ഒക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 മുട്ട ഒന്ന് പൊട്ടിച്ചൊഴിക്കാം. അതിനുശേഷം അതിനെ ഒന്ന് ചിക്കിയെടുക്കാം. കൂട്ടത്തിൽ 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി കൂടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ സവാളയും മുട്ടയും എല്ലാം ചേർന്ന് നന്നായിട്ട് സെറ്റായി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് പൊടിച്ചു വച്ചിരിക്കുന്ന ചക്കക്കുരുവിനെ ചേർത്ത് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം. ശേഷം അരപ്പ് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി അതിനെ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഒരു 2 മിനിറ്റ് കഴിഞ്ഞ ശേഷം തീ ഒന്ന് ഓഫ് ചെയ്യാവുന്നതാണ്. നമ്മുടെ സൂപ്പർ ടേസ്റ്റിലുള്ള ചക്കക്കുരു മുട്ടയും കൊണ്ടുള്ള തോരൻ ഇവിടെ തയ്യാറായി കഴിഞ്ഞു. ഇനി ചോറിനൊപ്പം സെർവ് ചെയ്യാവുന്നതാണ്. കുരുമുളക് പൊടിയും വെളുത്തുള്ളിയും ഒക്കെ ചേർത്ത് തയ്യാറാക്കിയിരിക്കുന്നത് കൊണ്ട് ഗ്യാസ് ട്രബിൾ പോലുള്ള ഒന്നും തന്നെ ഉണ്ടാകില്ല. ചില ആൾക്കാർക്ക് ചക്കക്കുരു കഴിച്ചാൽ ഗ്യാസ് ട്രബിൾ ഉണ്ടാകുമോ എന്നൊക്കെ സംശയം തോന്നും. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞത്. വളരെ ടേസ്റ്റിയും ഹെൽത്തിയുമായ ചക്കക്കുരു മുട്ടയും കൊണ്ടുള്ള തോരൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് കരുതുന്നു. നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാവുന്ന മറ്റുള്ളവരിലേക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്ത് എത്തിച്ചു കൊടുക്കാൻ മറന്നു പോകരുതേ. കൂടെ തന്നെ അഭിപ്രായങ്ങൾ കമന്റ് രൂപത്തിൽ അറിയിക്കുകയും വേണം. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.